നമുക്കിനി ആദരിക്കൽ ചടങ്ങാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. കോഴിക്കോട്ടെ ഏറ്റവും പ്രഗത്ഭരായ സംഗീതജ്ഞരെയാണ് ഇവിടെ ആദരിക്കുന്നത്. ആദരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ ആദ്യം ഇവിടെ ആദരിക്കുന്നത് ശ്രീ ഹരിയേട്ടനെയാണ്. ഹരിയേട്ടനെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ നിങ്ങൾ ആദ്യം കാണുക. ശ്രീ എൻ ഹരി മൃദംഗവാദനത്തിൽ കേരളത്തിന്റെ യശസ്സുയർത്തിയ കലാകാരൻ. 10ാം വയസ്സിൽ ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വന്തം പിതാവിന്റെ കച്ചേരിക്ക് വേണ്ടി മൃദംഗം വായിച്ചുകൊണ്ടായിരുന്നു അരങ്ങേറ്റം. പിന്നീട് കർണാടക സംഗീതത്തിലെ ഇതിഹാസങ്ങൾക്കൊപ്പം സംഗീതയാത്ര ചെയ്യാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ച കലാകാരൻ സർവശ്രീ എസ് ബാലചന്ദർ, ഡോക്ടർ ഷമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ, ദക്ഷിണമൂർത്തി, DK ജയറാം, മധുരൈ ശേഷഗോപാൽ, MD രാമനാഥൻ, പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ്, മഹാരാജപുരം സന്താനം TK ഗോവിന്ദറാവു, ഗണേഷ് കുമരേഷ്, പത്മശ്രീ അരുണ സായിറാം, U ശ്രീനിവാസ്, നെയ്യാറ്റിൻകര വാസുദേവൻ, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ തുടങ്ങി നിരവധിയായ പ്രതിഭകൾക്കൊപ്പം മൃദംഗ വിസ്മയം തീർത്തു. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ മികച്ച ജൂനിയർ മൃദംഗ വിദ്വാൻ, ആകാശവാണി ദേശീയ അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കാഞ്ചി കാമകോടി ആസ്ഥാന വിദ്വാൻ അവാർഡ് തുടങ്ങി നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഈ അതുല്യ കലാകാരനെ MS ഓർക്കസ്ട്ര ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരിയേട്ടനെ ഡോക്ടർ മെഹ്റൂഫ് രാജ് പൊന്നാട അണിയിക്കുന്നു, ഉപഹാരം സമർപ്പിക്കുന്നു. ശ്രീ മോഹൻ മുല്ലമുല്ലയും കൂടെ അടുത്തുണ്ടായിരിക്കണം. അടുത്തതായിട്ട് ആദരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കോഴിക്കോടിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ തേജ് മെർവിൻ. കേൾക്കുക. ശ്രീ തേജ് മെർവിൻ ചെറുപ്രായത്തിൽ തന്നെ ഗിറ്റാർ വാദനത്തിലൂടെ സംഗീത രംഗത്തേക്ക് വന്ന ശ്രീ തേജ് മെർവിൻ യേശുദാസ്, ശങ്കർ മഹാദേവൻ, SP ബാലസുബ്രഹ്മണ്യം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രശസ്ത പിന്നണി ഗായകർക്ക് പിന്നണി സംഗീതം ഒരുക്കുകയും ശേഷം സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നുവരികയും താൻ തോന്നി, പറയാൻ ബാക്കി വെച്ചത്, പ്രണയം, ബാംബു ബോയ്സ്, ചെറിയ കള്ളനും വലിയ പോലീസും, പ്രജാപതി തുടങ്ങി നിരവധി സിനിമകൾക്ക് സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതം ഒരുക്കുകയും ഏകദേശം 4000-ഓളം ആൽബം ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തു. ഇന്നും സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന കോഴിക്കോടിന്റെ അഭിമാനമായ ശ്രീ തേജിനെ MS ഓർക്കസ്ട്ര സ്വാഗതം ചെയ്യുന്നു. ശ്രീ തേജ് മെർവിനുള്ള പൊന്നാട പപ്പേട്ടൻ നൽകുന്നു. കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. താങ്ക് യു. അടുത്തതായിട്ട് ശ്രീ ഡൊമിനിക് മാർട്ടിൻ. 35 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ ഡൊമിനിക് മാർട്ടിൻ 14 വർഷം ശ്രീ യേശുദാസ്, ശങ്കർ മഹാദേവൻ, SP ബാലസുബ്രഹ്മണ്യം തുടങ്ങിയ അനേകം സിനിമ പിന്നണി ഗായകരുടെ കൂടെ കീബോർഡ് പ്ലെയറായി പ്രവർത്തിച്ചു. ഒപ്പം തന്നെ രാഘവൻ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കൈതപ്രം വിശ്വനാഥൻ, വിദ്യാധരൻ മാസ്റ്റർ, രാജാമണി സാർ എന്നിവരുടെ കൂടെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചു. ഇപ്പോൾ മ്യൂസിക് കമ്പോസർ, പ്രോഗ്രാമർ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. 2023 ഭരത് PJ ആന്റണി സ്മാരക നാഷണൽ അവാർഡ് ഈ കലാകാരനെ തേടിയെത്തിയിട്ടുണ്ട്. MS ഓർക്കസ്ട്ര സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ ഡൊമിനിക് മാർട്ടിൻ. താങ്ക് യു സർ. ശ്രീ ഡൊമിനിക് മാർട്ടിനെ നമ്മുടെ ഡോക്ടർ മെഹ്റൂഫ് രാജ് ആദരിക്കുന്നു.
താങ്ക് യു. അടുത്തത് ശ്രീ ഇ കെ സോമൻ. സോമൻ ഇ കെ സംഗീതരംഗത്ത് ലീഡ് ഗിറ്റാർ വാദനത്തോടൊപ്പം പാശ്ചാത്യ സംഗീതവും ആലാപനവും കൈമുതലാക്കിയ കലാകാരൻ ശ്രീ സോമൻ ഇ കെ. വെസ്റ്റേൺ ഗ്രൂപ്പ്, ശ്രുതി, സിയൂസ്, ക്ലാസിക്, രാഗമാലിക, തേജ് ബാൻഡ് തുടങ്ങി നിരവധി ഓർക്കസ്ട്രകളിൽ കൂടി കടന്നുവന്ന ശ്രീ ഇ കെ സോമൻ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ശങ്കർ മഹാദേവൻ, കെ എസ് ചിത്ര, സുജാത, ഹരിഹരൻ തുടങ്ങി നിരവധി പിന്നണി ഗായകർക്കൊപ്പം പ്രവർത്തിക്കുകയും നിരവധി അംഗീകാരങ്ങൾക്ക് അർഹനാവുകയും ചെയ്തു. കോഴിക്കോട് ആകാശവാണി ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയായ സോമേട്ടനെ MS ഓർക്കസ്ട്ര സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സോമേട്ടനെ നമ്മുടെ പപ്പേട്ടൻ ആദരിക്കുന്നു. അടുത്തത് ശ്രീ ശശി കൃഷ്ണൻ. ശ്രീ ശശി കൃഷ്ണൻ 40 വർഷക്കാലമായി സംഗീത മേഖലയിൽ ബേസ് ഗിറ്റാർ വാദനത്തിലൂടെ കേരളത്തിനകത്തും പുറത്തും നിറസാന്നിധ്യമായ ശ്രീ ശശി കൃഷ്ണൻ ദേശപോഷിണി, സാമൂരിയൻസ് ഓർക്കസ്ട്ര, ന്യൂ വോയ്സ്, തേജ് ബാൻഡ് എന്നീ ഓർക്കസ്ട്രകളിലൂടെ തുടങ്ങിയ തന്റെ പ്രയാണം എസ് പി ബാലസുബ്രഹ്മണ്യം, ശങ്കർ മഹാദേവൻ, കെ എസ് ചിത്ര, സുജാത തുടങ്ങി പുതുതലമുറയിലെ നിരവധി പിന്നണി ഗായകർക്കൊപ്പം വേദികൾ പങ്കിട്ടുവരുന്നു. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ പ്രോഗ്രാമിൽ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന തന്റെ സംഗീതയാത്രയിൽ നിരവധി ആൽബം ഗാനങ്ങൾക്ക് സംഗീത സംവിധാനവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ചു. ആകാശവാണിയിൽ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീ ശശി കൃഷ്ണനെ MS ഓർക്കസ്ട്ര സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മെഹറൂഫ് രാജ് ആദരിക്കുന്നു. ബാല്യമെന്നെ തിരികെ വിളിക്കുന്നു, തനിയെ നനഞ്ഞ മഴകൾ ഓരോന്നും വീണ്ടും. താങ്ക് യു. ശ്രീ ഇ കെ പ്രേമരാജ്. ഒരു ഓഡിയോ പ്രശ്നമാണെന്ന് തോന്നുന്നു. ശ്രീ ഇ കെ പ്രേമരാജൻ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമേ ഇല്ല. ഈ കോഴിക്കോട്ടെ ഈ വേദിയിൽ തന്നെ നിരവധി എന്താ പറയുക സംഗീത പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഇ കെ പ്രേമരാജൻ കോഴിക്കോട്ടെ അറിയപ്പെടുന്ന ഏതാണ്ട് എല്ലാ ഗ്രൂപ്പുകളുടെയും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ശ്രീ കെ പ്രേമരാജൻ. മ്യൂസിഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സംഗീത പ്രവർത്തകരുടെ കൂട്ടായ്മയായ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ശ്രീ ഇ കെ പ്രേമരാജൻ. സംഗീത പ്രവർത്തകർക്കുള്ള കോഴിക്കോട് മ്യൂസിഷ്യൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ ഇ കെ പ്രേമരാജനെ നമ്മുടെ പപ്പേട്ടൻ ആദരിക്കുന്നു. കോഴിക്കോട്ടെ ഏറ്റവും അറിയപ്പെടുന്ന ഡ്രമ്മർ കൂടിയാണ് ശ്രീ ഇ കെ പ്രേമരാജ്. താങ്ക് യു. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരു പ്രതിഭയാണ് നമ്മളിന്ന് അടുത്തത് ആദരിക്കുന്നത്. ശ്രീ റഷീദ് അലി മാത്തോട്ടം. ശ്രീ AV റഷീദ് അലി
സഹകരണ വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാറായി വിരമിച്ചു. 4.5 പതിറ്റാണ്ട് കാലമായി നഗരത്തിലെ സാമൂഹിക, സാംസ്കാരിക, സംഗീത, ആരോഗ്യ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ, സാന്ത്വന രംഗത്തെ നിരവധി സംഘടനകളുടെ അമരക്കാരൻ. സംസ്ഥാനത്തെ മുഴുവൻ അംഗങ്ങളുടെയും മികച്ച സംഗീത കൂട്ടായ്മയായ വാർമുകിൽ ഫൗണ്ടേഷന്റെ ചെയർമാൻ. 1981 മലബാറിലെ ആദ്യ റഫി ഗാന മത്സരമായ റഫി നൈറ്റിന്റെ സംഘാടകരിൽ പ്രധാനി. 1984 സംസ്ഥാനത്തെ ആദ്യത്തെ മുകേഷ് ഗാന മത്സരമായ മുകേഷ് നൈറ്റ് മുഖ്യ സംഘാടകൻ. ആദ്യത്തെ SPB അവാർഡ് നൈറ്റ് സംഘാടകൻ തുടങ്ങി വൈവിധ്യമാർന്ന നിലകളിൽ പ്രശസ്തനായ ശ്രീ AV റഷീദ് അലിയെ MS ഓർക്കസ്ട്ര സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ റഷീദ് അലിക്കുള്ള ഉപഹാരം ഡോക്ടർ മെഹറൂഫ് രാജ് സമ്മാനം. താങ്ക് യു. ഈ ചടങ്ങ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആദരിക്കപ്പെട്ട വ്യക്തികളിൽ നിന്നുള്ള ഒരു പ്രതികരണം എല്ലാവർക്കും സംസാരിക്കാനുണ്ടെന്നറിയാം. എന്നാലും സമയം വൈകിയതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ശ്രീ ഡൊമിനിക് മാർട്ടിൻ ഒരു 2 വാക്ക് മറുപടി പറഞ്ഞ്. എല്ലാവർക്കും നമസ്കാരം. MS ഓർക്കസ്ട്ര എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. മുല്ലമല സുകുമാരൻ എന്ന വ്യക്തി നല്ലൊരു ഹാർമോണിയം പ്ലെയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വായന കേൾക്കാനും അതോടൊപ്പം തന്നെ സംഗീതപരമായ ചർച്ചകളിൽ ഏർപ്പെടാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടിയൊരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം നൽകിയ മുല്ലമല സുകുമാരൻ്റെ പ്രിയ പത്നി ഇവിടെ ഇരിപ്പുണ്ട്. എണീറ്റ് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് എണീറ്റ് നിന്ന് എല്ലാവർക്കും ഒന്ന് കാണാമായിരുന്നു. സുലേച്ച ഒന്ന് പിടിച്ചു കൊടുത്തു. സംഗീതത്തെ ഒരുപാട് പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണിത്. അത് എത്ര പറഞ്ഞാലും എനിക്ക് തീരില്ല. കാരണം വെച്ചാൽ ഉദാഹരണത്തിന് മോഹനേട്ടനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ, മോഹനേട്ടൻ രാവിലെ 5 മണിക്ക് ഡ്യൂട്ടി തുടങ്ങിയാൽ രാത്രി 11 മണിക്ക് ഡ്യൂട്ടി തീരുന്ന ഒരാളാണ്. ഈ ഒരവസ്ഥയിൽ അയാൾക്ക് എപ്പം ഗ്യാപ്പ് കിട്ടുന്നു അപ്പോൾ അയാൾ കരോക്കെ ഇട്ട് പാട്ട് പാടും. ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തിയാണ്. മോനോട്ടൻ വലിയ പാട്ടുകാരനാണെന്ന് ഞാൻ പറയില്ല. മോനോട്ടൻ നല്ല ആസ്വാദകനാണ്, എന്നാൽ മോശം പാട്ടുകാരനുമല്ല. പക്ഷേ ഇത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണിത്. അതായത് 1 കോടി ജപത്തിന് തുല്യമാണ് ഒരു ധ്യാനം, 1 കോടി ധ്യാനത്തിന് തുല്യമാണ് ഒരു ലയം, 1 കോടി ലയത്തിന് തുല്യമാണ് ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ അത് ആസ്വദിക്കുകയോ ചെയ്യുക എന്നുള്ളത് പണ്ട് മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മോഹനേട്ടൻ്റെ ജീവിതത്തിൽ അയാൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. ഇതെനിക്കിവിടെ പറയാതിരിക്കാൻ വയ്യ. സംഗീതത്തെ ഇത്രമാത്രം ആത്മാർത്ഥമായി അങ്ങ് വാനോളം നെഞ്ചിലേറ്റ് നടക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലൊന്നാണ് മുല്ലമല സുകുമാരൻ എന്ന അയാളുടെ മകൻ ശ്രീ മോഹനേട്ടൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, അധികം നിർപ്പിക്കുന്നില്ല. എന്തായാലും ഈ അവാർഡ് മുല്ലമല സുകുമാരൻ്റെ MS ഓർക്കസ്ട്രേൻ്റെ പേരിൽ ആദരിക്കൽ വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. എല്ലാവരോടും നമസ്കാരം. തേജ് ഒരു 2 വാക്ക്. ഞാൻ അവിടെ എഴുതിച്ചപ്പോൾ തന്നെ മോനേട്ടൻ പറയാം, എന്നെ പറ്റിയൊന്നും പറയില്ലെന്ന്. മോനേട്ടനെ ഇപ്പോൾ ഡൊമിനി പറഞ്ഞ പോലെ തന്നെ ഞാൻ
ഡൊമിനി ആദ്യം കോഴിക്കോട്ടേക്ക് താമസം മാറ്റിയ സമയത്ത് ആദ്യമായി എടുത്ത വീടിന് തൊട്ടടുത്ത് നെയ്ബറായിരുന്നു മോനട്ടൻ. അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം കണ്ടത് അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അന്ന് മുതലാണ് ഞാൻ മോനട്ടനായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്നത്. ഇത്രയും പാട്ടിനോട് ആത്മാർത്ഥ പുലർത്തുന്ന ഒരു വ്യക്തിനെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇപ്പോൾ ഡൊമിനി പറഞ്ഞ പോലെ തന്നെ ഏത് പാട്ടും പാടണം എന്നുള്ള ആഗ്രഹമാണ് മോനേട്ടന്. അത് പ്രാക്ടീസ് ചെയ്യാൻ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ്. എന്തായാലും EMS ഓർക്കസ്ട്രക്കും അതിൻ്റെ മെമ്പേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമുക്ക് ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സംഗീത സംവിധായകൻ ശ്രീ ഫിഡൽ അശോകിനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുക എന്ന ദൗത്യമാണ് എനിക്ക് ഏൽപ്പിച്ചത്. ആദ്യമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ മെഹ്റൂഫ് രാജ്, മുഖ്യാതിഥിയായി എത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പപ്പേട്ടൻ എന്നിവർക്ക് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് MS ഓർക്കസ്ട്രയുടെ 25ാം വാർഷികത്തിൻ്റെ ഭാഗമായി MS ഓർക്കസ്ട്രയുടെ ആദരവ് ഏറ്റുവാങ്ങിയ ശ്രീ N. ഹരി, ശ്രീ തേജ് മെർവിൻ, ശ്രീ ഡൊമിനിക് മാർട്ടിൻ, ശ്രീ EK സോമൻ, ശ്രീ ശശി കൃഷ്ണൻ, ശ്രീ EK പ്രേംരാജ്, ശ്രീ റഷീദ് അലി വാർമുകിൽ, ഇവർക്കെല്ലാവർക്കും MS ഓർക്കസ്ട്രയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പരിപാടി അവതരിപ്പിക്കുന്ന, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന, ഓർക്കസ്ട്ര വായിക്കുന്ന കലാകാരന്മാർക്കും ഗായകർക്കും, ഇന്ന് നമ്മളെ ശബ്ദവും വെളിച്ചവും നൽകി സഹായിച്ച ശ്രുതി സൗണ്ട്സ്, വീഡിയോ ചെയ്യുന്ന അലീക്ക, എല്ലാത്തിനുപരി നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താൻ നമ്മൾ സഹായിച്ച നമ്മുടെ സ്പോൺസേഴ്സ് എമറ്റ്, KVN ഫാം റിച്ച്, ഓംകാര റെസ്റ്റോറൻറ്റ്, യൂണിറ്റി റെക്കോർഡിംഗ് സ്റ്റുഡിയോ, വാർമുകിൽ മ്യൂസിക് ഗ്രൂപ്പ്, കലാശാല സംഗീത നിലയം, ജാം ബ്ലോക്ക് സ്കൂൾ ഓഫ് ഡ്രംസ്, കാലിക്കറ്റ് പ്ലേ സ്റ്റോർ, മ്യൂസിക് റൂം, ഒപ്പം LED നൽകിയ അവർക്കും എല്ലാവർക്കും, പിന്നെ നിങ്ങൾ ഏവർക്കും ഇവിടെ ഈ ചടങ്ങിന് സംബന്ധിച്ച നിങ്ങൾക്ക് ഏവർക്കും MS ഓർക്കസ്ട്രയുടെ പേരിൽ നന്ദി. താങ്ക് യു സർ. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം.